ഫോർട്ട് കൊച്ചിയിൽ കടയിൽ കയറി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി അലൻ ജോസുമായി പോലീസ് ഇപ്പോൾ സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിന് എത്തിക്കുകയാണ്. അലൻ ജോസിനെ ഇന്നലെ വൈകുന്നേരമാണ് അത്തിപ്പൊഴിയിൽ നിന്ന് തന്നെ പോലീസ് പിടികൂടുന്നത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവമുണ്ടായത്. ഫോർട്ട് കൊച്ചി ബീച്ച് റോഡിലുള്ള ഒരു കടയിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന തോപ്പുംപടി സ്വദേശിയായ ബിനോയ് സ്റ്റാൻലി എന്ന 46-കാരനെയാണ് കുത്തി കൊലപ്പെടുത്തിയത്. അലൻ ജോസ് എത്തി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അലൻ ജോസിനെ പിടികൂടിയതിന് ശേഷമാണ് അലൻ ജോസിനെ ലഹരിക്ക് അടിമയായ അലൻ ജോസിനെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിനായി കൊണ്ടുപോകുന്നതിനായി എത്തിച്ചതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് ഇപ്പോൾ അലൻ ജോസ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് കടയിൽ കയറി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ബിനോയ് സ്റ്റാലി എന്ന 40-നെ അലൻ ജോസ് കുത്തി കൊലപ്പെടുത്തുന്നത്. സംഭവ സമയത്ത് ഈ കടയിൽ ഇരുന്ന സമയമായിരുന്നു. പുറത്ത് മഴ പെയ്യുന്ന സമയമായിരുന്നു. കടയിൽ ആരുമില്ലായിരുന്ന തക്കം ബിനോയ് സ്റ്റാൻലിയുമായി ഏറെ നേരം സംസാരിച്ചിരിക്കുകയും യാതൊരു പ്രകോപനവുമില്ലാതെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അതിക്രൂരമായി തന്നെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. 28ഓളം കുത്ത് ഏറ്റതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരം. ഈ സംഭവം നടന്നതിന് ശേഷം പ്രതി അലൻ ജോസ് ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനിടയിലാണ് മട്ടാഞ്ചേരി അസിസ്റ്റൻറ്റ് കമ്മീഷണർ KR മനോജ്, തോപ്പുംപടി SHO A ഫിറോസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് അന്വേഷണ സംഘമാണ് അത്തിപ്പൊഴിയിൽ നിന്ന്, ഇയാളുടെ വീടിന് സമീപമുള്ള അത്തിപ്പൊഴിയിൽ നിന്ന് തന്നെ ഈ അലൻ ജോസിനെ പിടികൂടുന്നത്. ഇപ്പോൾ ഇയാളുമായി എത്തി പോലീസ് തെളിവെടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കടയിൽ കൊലപാതകം നടന്ന കടയ്ക്കുള്ളിൽ കയറി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ അലൻ ജോസിൻ്റെ വീട്, ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലം തുടങ്ങിയതിലൊക്കെ തെളിവെടുപ്പ് നടത്തിയതിന് ശേഷമാണ് ഈ എത്തിയത്. ഈ കൃത്യം നടത്തുന്നതിനായി ഉപയോഗിച്ച കത്തി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് പോലീസിന് കൃത്യമായി വിവരം അലൻ ജോസ് നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതും പോലീസിന് അത് കണ്ടെത്തേണ്ടതായുണ്ട്. ഇന്ന് തന്നെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതിനാണ് പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. രാത്രി 8 മണിയോടെയാണ് ഈ കൊലപാതകം നടന്നത്. ഷിപ്പിംഗ് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിലെ മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു ബിനോയ് സ്റ്റാൻലി. അന്ന് ഒരു മഴയുള്ള സമയമാണ്. ആ സമയത്ത് ഈ ബിനോയ് മാത്രമായിരുന്നു കടയിലുണ്ടായിരുന്നത്. അവിടേക്ക് എത്തിയ അലൻ ജോസാണ് കൊലപാതകം നടത്തിയത്. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി. ഇപ്പോൾ അലൻ ജോസിനെ ഈ കടയ്ക്കുള്ളിലെത്തി, കൊലപാതകം നടന്ന കടയ്ക്കുള്ളിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. തെളിവെടുപ്പ് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നും ഇവിടെ കടയിലേക്ക് വന്നത് എങ്ങനെയാണ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തിരയുന്നുണ്ട്. മാരകമായ കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നു കാര്യങ്ങളൊക്കെയാണ് കടയിൽ നടന്ന CCTV ദൃശ്യങ്ങളിൽ അത് വ്യക്തമായിരുന്നു. ഇപ്പോൾ അലൻ ജോസ് എന്ന പ്രതി കൊലപാതകം നടത്തിയ കാര്യങ്ങൾ പോലീസിന് വിവരിച്ച് നൽകുകയായിരുന്നു. ഇത്തരത്തിൽ കൃത്യമായ രീതിയിലുള്ളൊരു തെളിവെടുപ്പാണ് ഇപ്പോൾ പോലീസ് സംഘം പ്രതിയുമായി നടത്തുന്നത്. കടയ്ക്കുള്ളിൽ കയറി തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം പുറത്തേക്ക് എത്തുകയാണ്. നിരവധി ആളുകളും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ പാടുപെട്ടാണ് ഈ പ്രതിയെ സംഭവ സ്ഥലത്തേക്ക്, കൃത്യം നടന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. ഇനി മറ്റ് സ്ഥലങ്ങളിലേക്കാണ് തെളിവെടുപ്പുമായി പോകേണ്ടത്. അലൻ ജോസ് എന്ന പ്രതിയെയാണ് പോലീസ് ഇപ്പോൾ തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത്. കിട്ടും, ഞങ്ങളുടെ കയ്യിൽ ഡെലിവറി മണി കിട്ടും. വെറുതെ വിടരുത്, ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും വെറുതെ വിടരുത്. അതാ ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. ഈ ആളെ മറിയിൽ ഒരു കട നടത്തുന്ന ആളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, പരിചയമൊന്നുമില്ല ഞങ്ങൾക്ക് അയാളൊന്നും. എന്നാൽ ഈ ഒരു ഞങ്ങളുടെ വാദിക്കൊന്നും ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണോ? ഇങ്ങനെയുള്ള അല്ലെ എല്ലാവരും കാണിക്കണം, ജനങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടാകും പല്ല ഇവർക്ക് വെറുതെ.
കടയിൽ കയറി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി അലൻ ജോസിനെ ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തുന്ന ദൃശ്യങ്ങളാണ്. അപ്പോൾ നാട്ടുകാരും പ്രതിഷേധവുമായി തന്നെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അലൻ ജോസിനെ മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇവിടെ നിന്നും പോലീസ് കൊണ്ടുപോവുകയായിരുന്നു. ബിനോയ് സ്റ്റാൻലി എന്ന 46 വയസ്സുകാരനെയാണ് ഈ കടയ്ക്കുള്ളിൽ കയറി അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത്. അതിൻ്റെ ഭയാനകമായ ദൃശ്യങ്ങളും CCTV ദൃശ്യങ്ങളും ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അലൻ ജോസാണ് ഈ പ്രതി. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ഈ കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയായിരുന്നു. കയ്യിൽ കരുതിയിരുന്ന കൊലപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ച് വാങ്ങിയിരുന്ന ഒരു കത്തിയുമായാണ് അലൻ ജോസ് എത്തുന്നത്. കയ്യിൽ കരുതിയ കത്തിയുമായി എത്തി അലൻ ജോസ് ബിനോയ് സ്റ്റാൻലി അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ ആ സംഭവത്തിലെ പ്രതിയായ അലൻ ജോസ് പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. തെളിവെടുപ്പിന് ശേഷം ഇയാളെ ഇപ്പോൾ കോടതിയിൽ ഉടൻ തന്നെ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.